രാഹുൽ ഈശ്വർ ഈ പെറുവേട്ടിന് വേണ്ടി, ക്രിമിനലിന് വേണ്ടി, സൈക്കോപാത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ, ഒരു അറുപ്പുമില്ലാതെ ഈ കേരളത്തിനാകെ അപമാനമായി ഈ ഇതുപോലെ ഒരു പെറുവേട്ടിനെ ഒരു ഉളുപ്പുമില്ലാതെ ക്ഷമയോടുകൂടി ഈ കേട്ടിരുന്ന ആളാണ് ഞാൻ. ഞാൻ കേട്ടിരുന്ന ആളാ അല്ല, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ. നോക്കൂ, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളെ ന്യായീകരിച്ചപ്പോ, മെഴുകിയപ്പോ ഞാൻ അത് ക്ഷമയോടുകൂടി കേട്ടില്ല. വസന്ത് സംസാരിച്ചു. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ കേരളത്തിലെ മലയാളിക്ക് ആകെ അപമാനമായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ ഓൺ ചെയ്ത് സംസാരിച്ചപ്പോഴും നമ്മളത് കേട്ടു. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമ കാണിക്കണം. ഞാൻ പറയുന്നത് പറഞ്ഞോട്ടെ, താങ്കൾക്ക് അവസരം കിട്ടുമല്ലോ, പ്രതികരിച്ചോ. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പെൺകുട്ടിയോട് ഒരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടതല്ലേ ഉള്ളൂ എന്നാണ്. ഒന്നാണോ നിഷാദ്? ഒരു ഡസൻ പരാതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം 15 വയസ്സുള്ള കുട്ടി തുടങ്ങി 60 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. നേരത്തെ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ഞാൻ തന്നെ സംസാരിച്ചിരുന്നു. കോൺഗ്രസിൽ ഇനി രാഹുൽ ഈശ്വർ പരാതി അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഇവർ തമ്മിൽ ഒരേ ആശയക്കാരും ആ രീതി പേര് മാറിപ്പോകുന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പരാതി അയക്കാൻ ബാക്കിയുള്ളത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ബാക്കിയുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ബാക്കിയുള്ളത് സോണിയാഗാന്ധിക്ക് മാത്രമാണെന്ന്. പ്രതാപനുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, കോൺഗ്രസിൻ്റെ AICC നേതാവ് ആര്, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പരസ്യമായി രംഗത്ത് വന്നില്ലേ? എന്തിനേറെ പറയുന്നു, ഇന്ന് ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നിങ്ങൾ കണ്ടോ? വസന്ത് കണ്ടോ? ഈ സ്ത്രീ വിരുദ്ധനെ സംരക്ഷിക്കേണ്ട ബാധ്യത, ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്ക് അവരുടെ പേര് എന്ന സജിന എന്നോ മറ്റോ ആണ്. എവിടെ നിന്നാണ്? ഞങ്ങളാണോ? ഞങ്ങൾ ആരെങ്കിലും ആണോ? എന്താണ് ഇന്നലെ പറയുന്നത്? ഞാൻ ഈ വാക്കുകളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളെല്ലാം വായിച്ചതല്ലേ? മാർച്ച് മാസം മുഴുവൻ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തയ്യാറെടുപ്പോടുകൂടി ഇരിക്കാനാണ് പറയുന്നത്. ആരെ? 1 ഡസനോളം വരുന്ന പെൺകുട്ടികളെ, പ്രായമായവരെ, മുതിർന്ന സ്ത്രീകളെ, അവരെ മാത്രമല്ല, അവിടെ ഒരു ട്രാൻസ് ഹ്യൂമൺ ഇവരുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചില്ലേ? ട്രാൻസ് ഹ്യൂമൻസിനോട് ഉൾപ്പെടെ ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ള ഒരു ക്രിമിനലിനെ, ഒരു പെറുവേട്ടിനെ ഒരു ഉളുപ്പുമില്ലാതെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ എന്ത് നടപടിയെടുത്ത്? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഭേദം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിനെ മാറ്റിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരികയായിരുന്നില്ല നല്ലത്? വെറുതെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി 4 വീട് കയറിയല്ല. നിങ്ങൾ പറഞ്ഞല്ലോ തെളിവുണ്ടോന്ന്. കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസ്, നോക്കൂ, കണ്ണാടി പഞ്ചായത്തിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആരാ? ബസന്തേ. ഇപ്പൊ നിങ്ങളുടെ കൺവെൻഷനിൽ വഴി കൂടെ പോയി നടക്കുന്ന എല്ലാ ക്രിമിനലും നാളെ ഗോവിന്ദച്ചാമി അതിൽ വരുമ്പോ കയറിയിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? പാലക്കാട് മണ്ഡലത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പങ്കെടുത്ത ആരാ? അല്ല, ബസന്ത് പറയണ്ടേ? നിങ്ങൾ മറുപടി പറയണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടക്കാര്. ഞങ്ങൾ പറയേ എല്ലാ വീട്ടിലും കേട്ടണം. പാലക്കാട് മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ, പട്ടുമെങ്കിൽ മാത്തൂരിലെ മുഴുവൻ, പട്ടുമെങ്കിൽ മാത്തൂരിലെ പാലക്കാട്ട് മുഴുവൻ വീട്ടിലും ഈ മോഡലിനെ കേൾക്കണം. ഞാൻ പറയട്ടെ അയാൾക്ക് അവസരമുണ്ട്. അയാളുടെ സമയം കൊടുക്കും.